ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയല്ലേ? അങ്ങനെ തന്നെ ആവട്ടെ, സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ഞാനും ബൈ ഗോഡ്സ് ഗ്രേസ് സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ദേ ഈ ഒരു ബ്രാക്കറ്റ്സ് ഇതിപ്പോൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ. സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ തുറന്നാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്നതാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇറ്റ്സ് ഓക്കെ. ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ആം. ഓക്കെ. അപ്പോൾ എന്നിരുന്നാലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ, ജേണി വിത്ത് റനായ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടു കാണും എന്താണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടുതലായിട്ടും പ്രയോജനപ്പെടുന്നത് അതായത് ഒരു കരിയർ ബ്രേക്ക് വന്നവർക്കും അതേപോലെ ജോലിക്ക് പോകണം, പ്രത്യേകിച്ച് ടീച്ചിങ്ങിനൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം പോകാൻ പറ്റാത്തവർക്കും, അതേപോലെ BEd എടുക്കണമെന്ന ആഗ്രഹമായിരുന്നു, ടീച്ചർ ആവണമെന്ന ആഗ്രഹമായിരുന്നു, പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ BEd എടുക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇന്നത്തെ വീഡിയോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിനെ കുറിച്ച്, സ്കോപ്പ് ഓഫ് ഓൺലൈൻ ടീച്ചിങ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ടീച്ചിങ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ജനറൽ അവയർനെസ് ഉണ്ട് അല്ലേ? നമ്മൾ കൊറോണ ടൈമിലൊക്കെ പാസ് ചെയ്ത് പോയി വളരെ സക്സസ്ഫുള്ളായിട്ട് വന്ന ആൾക്കാരായതുകൊണ്ട് ആ ഒരു സമയത്താണല്ലോ ഈ ആദ്യമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്ന സംഗതിയും ഓൺലൈൻ ടീച്ചിങ്ങും എല്ലാം വന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ടീച്ചിങ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ധാരണയും ഇല്ലാത്തവരല്ല, നമുക്കൊരു ജനറൽ അവയർനെസ് ഉണ്ട് അല്ലേ? എന്താണ് ഓൺലൈൻ ടീച്ചിങ് എന്നുള്ളതിനെ പറ്റിയിട്ട്. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ലോകത്ത് എവിടെ ഇരിക്കുന്ന കുട്ടികളെയും നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് ഒരു ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കോപ്പ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതിനെ പറ്റിയിട്ടൊന്ന് സ്റ്റഡി ചെയ്യണമല്ലോ. അങ്ങനെയാണ് റീസെൻ്റായിട്ട് ഞാൻ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട്, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 21 ഞാനൊരു വെബിനാർ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നതാണ്, ആഡിൻ്റെ രൂപത്തിൽ വന്നതാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ഈ ഒരു ഓൺലൈൻ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തിരുന്ന സമയത്താണ് ഈ ഒരു ആഡ് കാണുന്നതും അതിലൂടെ ഞാൻ ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നതും. ഓക്കെ. അപ്പം ഞാൻ വെബിനാർ അറ്റൻഡ് ചെയ്തത് ടോപ്പ് പ്ലസ് അക്കാഡമിയുടെ വെബിനാറാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ആ ടോപ്പ് പ്ലസ് അക്കാഡമിയുടെ ഫൗണ്ടറായിട്ടുള്ള അബ്ദുൽ ലത്തീഫ്, ആ സാറിൻ്റെ വെബിനാറാണ്, അദ്ദേഹത്തിൻ്റെ വെബിനാറായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചിരുന്നാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ഓൺലി 29 rupees. ഓക്കെ. അപ്പം ഞാൻ അത് ബേസ് ചെയ്തിട്ട് എന്താണ് ഈ ഒരു ഓൺലൈൻ ടീച്ചിങ് എന്നതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഇവരുടെ പ്ലാറ്റ്ഫോം എന്താണ്, എന്തൊക്കെയൊന്ന് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത്. ബട്ട് ദാറ്റ് വെബിനാർ വാസ് ഓസം. ഓക്കെ. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റി അറിയാനായിട്ടും എനിക്ക് സാധിച്ചു കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ടോപ്പ് പ്ലസ് അക്കാഡമിയുടെ ഓണറായിട്ടുള്ള, അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മിസ്റ്റർ അബ്ദുൽ ലത്തീഫ്, ആ സാറിൻ്റെ വെബിനാറായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ചിരുന്നാൽ, ഇനി അങ്ങോട്ടുള്ള ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആ വെബിനാറിനെ പറ്റി ഹൈലൈറ്റ് ചെയ്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടായിരുന്നു ആ സാർ അത് പ്രസൻറ്റ് ചെയ്ത് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ അവരൊരു പ്ലാറ്റ്ഫോമായിട്ട്, ഒരു ഓൺലൈൻ ക്ലാസ്സസ് നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെയാണ് അവരത് ഫൗണ്ട് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി ടീച്ചിങ് ഫോറിൻ സ്റ്റുഡൻസ്, അതാണ് അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ട് തോന്നിയത്. നമുക്കൊരു ട്യൂട്ടർ പ്ലാറ്റ്ഫോമാണ്. ടോപ്പ് പ്ലസ് അക്കാഡമി എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ട്യൂട്ടറിങ് പ്ലാറ്റ്ഫോമാണ്.
പക്ഷേ അതിൻ്റെ മറ്റൊരു വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഫോറിനിലുള്ള കുട്ടികളെ, ഇപ്പോൾ UAE ആവാം എവിടെയാണെങ്കിലും ഫോറിൻ സ്റ്റുഡൻസിനെ നമുക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ചാൻസാണ് അവർ നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതിനേക്കാളും എനിക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് എനിക്ക് അതിൽ തോന്നിയെന്ന് വെച്ചിരുന്നാൽ, ഓൺലൈൻ ടീച്ചിങ്ങിനകത്ത് തന്നെ 3 കാറ്റഗറി ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 1-to-1 ടീച്ചിങ് ഉണ്ട്, മൈക്രോ ബാച്ച് ഉണ്ട്, അതേപോലെ ലാർജ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ പിക്ചറും കൂടെ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1-to-1 ടീച്ചിങ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെയാണ് ഫേസ് ടു ഫേസ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറെന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്. മൈക്രോ ബാച്ച് എന്ന് പറയുമ്പോഴേക്കും ഒരു 1 at a ടൈം നമ്മൾ 6 സ്റ്റുഡൻസ് വരെ ആ ഒരു ബാച്ചിനകത്ത് കാണും. ലാർജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴേക്കും വലിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മളൊരു ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ ഒരു 25 to 30 സ്റ്റുഡൻസ് വരെ കാണുമല്ലോ. അപ്പോൾ ആ ലാർജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴേക്കും ഒരു 25 to 30 സ്റ്റുഡൻസ് വരെ ആയിരിക്കും അതിനകത്ത് ഇട്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമുക്കിതിൽ എന്താണ് റോള് എന്നുള്ള കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് ഒരു കരിയർ ബ്രേക്ക് വന്നവർക്കാണെങ്കിലും അതേപോലെ ടീച്ചിങ്ങിന് പഠിപ്പിക്കാൻ പോകണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യം പറ്റുന്നില്ല, വീട്ടിൽ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ ഒരു സാഹചര്യം കാരണം നമുക്ക് പുറത്തു പോയി പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അത് കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ BEd പഠിക്കണം എന്ന ആഗ്രഹമായിരുന്നു. എനിക്കൊരു ഡിഗ്രി ഉണ്ട്, പക്ഷേ എനിക്ക് BEd പഠിക്കണം എന്ന ആഗ്രഹമായിരുന്നു, പക്ഷേ പഠിക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ ഉപകാരപ്രദമാണ്. ഓക്കെ, ഇത് ടോപ്ലെസ് അക്കാഡമി എന്നുള്ളത് മാത്രമല്ല, ഇതേപോലെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്തത് ഈ ഒരു സാറിൻ്റെ വെബിനാറാണ്, ഈ ടോപ്ലെസ് അക്കാഡമിയുടെ ഒരു വെബിനാറാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയൊന്നും അല്ല. ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് എന്ത് മനസ്സിലായോ അതാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം അവർ മെയിനായിട്ട് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് BEd വേണം അങ്ങനെയുള്ള കാര്യമൊന്നും അവരതിൽ പറയുന്നില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് എസ്പെഷ്യലി വി ആർ ഹാൻഡ്ലിങ് വിത്ത് ഫോറിൻ സ്റ്റുഡൻസ്. ഓക്കെ, ഇപ്പോൾ UAE ഉള്ള കുട്ടികളെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് നന്നായിട്ടുണ്ടായിരിക്കണം. പിന്നെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചിരുന്നാൽ നമുക്ക് ഈ ടെക്നോളജി അപ്ഡേഷൻസ് അത് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു സൂം വഴി എങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അതേപോലെ ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ മീറ്റിംഗ് ഒക്കെ ഷെഡ്യൂൾ ചെയ്താണല്ലോ അതിൻ്റെ ലിങ്ക് അയക്കുന്നതും. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ AI ടൂൾസൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ടൂൾസൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ട് നമുക്കൊരു ജനറൽ അവയർനെസ് അതേപ്പറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ജനറൽ അവയർനെസ് ഇല്ല എങ്കിൽ കൂടിയും നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടോപ്ലെസ് അക്കാഡമി തന്നെ ടൈഡ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ടൈഡ് മീൻസ് ടീച്ചിങ് ഇൻ ഡിജിറ്റൽ ഇറ. ഓക്കെ, അപ്പോൾ അതാണ് ടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഒരു ബ്രോഷറും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം മെയിനായിട്ട് അവർ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചിരുന്നാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ടൂൾസും ഗെയിമിഫിക്കേഷൻ ടൂൾസ്, അതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ലൈക്ക് സൂം, അതേപോലെ ഗൂഗിൾ മീറ്റ്, പിന്നെ മൈക്രോസോഫ്റ്റ് ടീംസ്, ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു കോഴ്സാണ്. എങ്ങനെ ആണ് അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ആപ്ലിക്കബിൾ ആക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ നമുക്കൊരു കോഴ്സായിട്ടും എടുത്ത് തരുന്നുണ്ട്. ഓക്കെ, അത് പ്രത്യേകിച്ച് ഒരു കരിയർ ബ്രേക്കൊക്കെ വന്നവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഓൺലൈൻ മാത്രം എടുത്താൽ പോരല്ലോ, ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്സും ടൂൾസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു അവയർനെസ് അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അതെനിക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ടൈഡ് ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള പേയ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കോൺടാക്ട് ദം. ഓക്കെ, അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ പോപ്പുലറായിട്ട് പോകുന്നുണ്ട് ടോപ്ലെസ് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാനും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഓഥറൈസ്ഡ് ആണ്, അത്യാവശ്യം നല്ല റീച്ചുള്ള സംഭവമാണെന്ന് എനിക്കും മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ട് ഓൺലൈൻ ടീച്ചിങ് അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ, ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ആ ഒരു പേജ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. പിന്നെ എനിക്കൊരു സർട്ടിഫിക്കറ്റ്, ഞാനൊരു വെബിനാർ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അപ്പം എനിക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, ഞാൻ വെബിനാർ ഫുള്ള് അറ്റൻഡ് ചെയ്തായിരുന്നു.
അവർ വളരെ ടൈംലി ആയിട്ട് തന്നെ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ അവരെനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അത് ഞാൻ ഇവിടെ കാണിക്കാം, ആ ഒരു സർട്ടിഫിക്കറ്റ്, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്കത് പ്രൊവൈഡ് ചെയ്ത് തന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് വളരെ വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അവർ തന്നെ നമുക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ തരുമെന്ന് കണ്ടപ്പോഴും അത് വളരെ നന്നായിരിക്കും. കാരണം നമ്മളിനി വേറെ എവിടെന്നെങ്കിലും പോയി പഠിച്ചിട്ട് വരുന്നതിനേക്കാളും നല്ലത് അവർ തന്നെ അതിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ തരുമെന്ന് കണ്ടപ്പോൾ നല്ല യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയത്. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അത് അവർ തന്നെയായിരിക്കും പറഞ്ഞു തരിക. ഞാൻ ഇപ്പോൾ ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ എനിക്കതിൽ നിന്ന് എന്ത് മനസ്സിലായോ അതാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തത്. പിന്നെ അത് ഫോളോ ചെയ്ത് പോകണോ, ആ പേജ് എങ്ങനെ ഉണ്ട് എന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കോൺടാക്ട് ദം. അപ്പോഴായിരിക്കും അതിനെപ്പറ്റി അവരുടെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്കും അതേപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ ടീച്ചിങ്ങിന് താല്പര്യമുള്ള ആൾക്കാരാണ്, അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിപ്പിക്കണം. ഇപ്പോൾ ഞാൻ പലരും എനിക്ക് പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ടീച്ചിങ് BEd കഴിഞ്ഞതാണ്, പക്ഷേ എനിക്ക് ഒരു സ്കൂളിലും ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ മെസ്സേജസ് കാണുന്നത് കൊണ്ടാണ് അവർക്കൊരു സൊല്യൂഷനായിട്ട് എന്ത് ചെയ്യാം എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു വെബിനാർ ഞാൻ അറ്റൻഡ് ചെയ്തത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ലിമിറ്റഡ് സ്പേസ് ഓഫ് നോളേജ് വെച്ച് എനിക്കറിയാവുന്ന കാര്യമാണ് ഞാനിതിൽ ഇപ്പോൾ ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു പേജ് ടോപ്പ്ലെസ് അക്കാഡമി എന്നാണ്. അപ്പോൾ അദ്ദേഹം ആ വെബിനാർ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ 500ഓളം ആൾക്കാരാണ് ഇപ്പോൾ ജോബ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എന്നിട്ട് അവരുടെ ഇൻസ്റ്റ പേജൊക്കെ എടുത്ത് നോക്കിയപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അത് വാലിഡാണ്, വെറുതെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ബെസ്റ്റ് പെർഫോമറിൻ്റെ ഒക്കെ പിക്ചേഴ്സൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അത് സംതിങ് വിച്ച് ഇസ് ഓതറൈസ്ഡ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ശ്രമിക്കാതെ നമുക്കൊന്നും ആരും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ഓക്കെ, അപ്പോൾ കാരണം എനിക്ക് വരുന്ന പല മെസ്സേജസിലും ഇങ്ങനെ ഭയങ്കര സങ്കടങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മൾ മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുക. ഓക്കെ, അപ്പം നമ്മൾ മുട്ടി നോക്കുക അല്ലേ, അപ്പോൾ അവിടെ ഒന്ന് ശ്രമിച്ചു നോക്കുക. കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളത് അത് സെക്കൻഡ് കാര്യമാണ്. പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കാനും നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനും പറ്റുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹം ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് അല്ലേ. ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാതെ വരുമ്പോഴാണ് പലർക്കും ഒരു ഫ്രസ്ട്രേഷനും ഡിപ്രഷനും ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്ന് ആ പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് അത് എന്ത് എന്നറിയുന്നതിനകത്ത് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഒരു വെബിനാർ ഞാൻ അറ്റൻഡ് ചെയ്തത് ഇറ്റ്സ് ഓൺലി ഫോർ 29 റുപ്പീസാണ് എൻ്റെ രജിസ്ട്രേഷൻ ഫീ ഉണ്ടായിരുന്നത്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്കും മനസ്സിലാക്കാൻ പറ്റി, പറഞ്ഞു തരാൻ പറ്റി. ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ഓൺലൈൻ ടീച്ചിങ് ഫീൽഡിൽ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിന് ഒരിക്കലും നമുക്കൊരു സ്കോപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കൊറോണ വന്നതിന് ശേഷം അറിയാം ടീച്ചിങ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്, ഫുള്ള് മാറി. പണ്ട് നമ്മൾ മൊബൈൽ ഈ പറയും പോലെ സ്കൂളിൽ കൊണ്ടു ചെല്ലാനോ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, എല്ലാം മൊബൈലും കമ്പ്യൂട്ടറൈസ്ഡും എല്ലാം ഒരു ഡിജിറ്റൽ എറയാണ്. ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ അത് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അപ്പം ടീച്ചിങ് ഇതേപോലെ സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതേപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉള്ളത് വളരെ നല്ലതാണെന്ന് എനിക്കും തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ അവരുടെ ഇൻസ്റ്റ പേജൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഒരു നിങ്ങളൊന്ന് മെസ്സേജൊക്കെ അയച്ചു നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ CV ഒക്കെ ഒന്ന് അയച്ചു നോക്കുക. അതും ആ സാർ ആ വീഡിയോയിൽ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. സാറിന് പലപ്പോഴും പേഴ്സണലി മെസ്സേജ് വരാറുണ്ട്. അതായത് ചാൻസ് എന്തെങ്കിലും ഉണ്ടോ, ടീച്ചിങ്ങിൻ്റെ ചാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പറയാറുണ്ട്. പക്ഷെ അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് മാത്രം ജസ്റ്റ് ചോദിച്ചാൽ പോരാ. ഇഫ് യു വിഷ് ടു ഡു സംതിങ് ഓർ ഇഫ് യു വിഷ് ടു ബി എ പാർട്ട് ഓഫ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എന്താണ്, നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ എന്താണെന്നുള്ള കാര്യം അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു CVയും പ്ലസ് നമ്മുടെ ഒരു ഡെമോ സെഷനും കൂടി വെച്ച് അയക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവരോടൊരു എന്തെങ്കിലും ഞങ്ങൾക്കൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയെടുത്ത് തരും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് ഉള്ള എഫേർട്ട്, വെറുതെ നമ്മൾ ഓറലി എനിക്കെന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന്
ചോദിക്കുന്നതിൽ കാര്യമില്ല. ദേ ഷുഡ് നോ വാട്ട് വി ആർ. ഓക്കെ, നമ്മൾ എന്താണെന്നുള്ള കാര്യം അവർക്കൊരു അവയർനെസ് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ലെസൺ പ്ലാൻ ആദ്യം നിങ്ങൾ ആ പേജൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, കണ്ടു നോക്കിയതിന് ശേഷം ഇത് ഓത്തറൈസ്ഡ് ആണ്, നല്ലതാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരോടൊന്ന് നിങ്ങളുടെ ഒരു CV-യും ഒരു ഡെമോ ക്ലാസ്സും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുമെന്നാണ്. അപ്പോൾ ഒന്ന് മുട്ടി നോക്കുക, നമുക്ക് കിട്ടിയാലോ, എവിടെയാണ് നമ്മുടെ ഭാഗ്യം തെളിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളും എല്ലാം സത്യമായി വരട്ടെ, അങ്ങനെ തന്നെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.